എന്താണ് ഇന്നേ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. രാവിലെ നല്ല വെയിലായിരുന്നേ. ഉച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേ കാലാവസ്ഥ എത്ര വേഗം മാറിയില്ലേ. പൂവിട്ടതൊക്കെ പൂവിന്റെ വഴിക്ക് പോയി. അത്തം വെളുത്ത പിന്നെ 2 ദിവസം കറക്കും പറഞ്ഞില്ലേ, അതുപോലെ അത്തം വെളുത്ത ഓണം കറക്കുന്ന പറഞ്ഞതേ, തിരുവോണം കറക്കുന്ന പറഞ്ഞേ, പിറ്റത്തെ ദിവസം കറക്കുന്ന പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് കറക്കുവേ, പിന്നെ അങ്ങോട്ട് കറുത്തിട്ട് തന്നെ അവന് അമ്മ അങ്ങനെ അമ്മ പറഞ്ഞ്. കഴിഞ്ഞ ഇന്നലെ മഴ പെയ്തല്ലോ അല്ലേ? ഇന്നലെ മഴ പെയ്തില്ലേ? ഇന്നിലേക്ക് ഓണക്കോടി കിട്ടിട്ടോ. ചിങ്ങമാസം 1-ാം തീയതി ബിന്ദു ചേച്ചി എനിക്ക് ഓണക്കോടി തന്നൂലേട്ടാ. എന്താ നമ്മള് സർപ്രൈസ് ആയിട്ട് ഓണക്കോടി കിട്ടിട്ടോ. അത് ഭയങ്കര സർപ്രൈസ് ആയി പോയി. ഞാനും വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ഇപ്രാവശ്യം ഓണക്കോടി എടുക്കണില്ല. ഞാൻ പറഞ്ഞില്ലേ, ആ ചുരിദാറ് 4 പേർക്ക് അത് എടുക്കണേയുള്ളൂ. പിന്നെ ചുരിദാറുകള് പിന്നെ ഒന്നും എടുക്കണില്ല വിചാരിച്ചു. ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്ന സമയത്ത് അപ്പം എടുക്കാലോ. അല്ലേ? ഇനി നമ്മളെ അടുത്ത കളക്ഷൻ വരുന്നത് നമുക്ക് ചുരിദാറാണ് കേട്ടോ. ചുരിദാർ മെറ്റീരിയലാണ് അടുത്ത കളക്ഷൻ വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഓണം കഴിഞ്ഞിട്ട് കളക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് അതിന് ചുരിദാർ എടുക്കാലോ എന്ന് വിചാരിച്ച്. അല്ലേ? പിന്നെ ബിസ്ക്കറ്റ് ചായയിൽ മുക്കിയ പൊട്ടാതിരിക്കോ? നന്നായി. ഇങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിച്ചാലോ. പൊന്നൂന് പനിയാണ് കേട്ടോ. പനിയായിട്ട് അമ്മക്ക് കാണിച്ചു കൊടുത്തില്ലല്ലോ. അമ്മ അവിടെ ഇരുന്ന് താഴ്ത്തായിരുന്നു. സുകന്യ കണ്ടില്ലടി? അമ്മയ്ക്ക് മനസ്സിലായില്ല ഏതാണ് ഓണക്കോടി കിട്ടിയെന്നുള്ളത്. കടല കളയണ്ട ഉണ്ണി. എനിക്ക് ഓണക്കോടി കിട്ടിയ സാരി ഇതാണ് കേട്ടോ. ഞാനേ ബിന്ദു ചേച്ചിക്ക് സാരി എടുത്തപ്പോ ഇന്നലെ പ്രസീത് 2 എടുത്ത് മാറ്റി വെക്കിയെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ചേച്ചിക്കുള്ള ഡ്രസ്സുകളൊക്കെ മാറ്റി വെച്ചിരിക്കുന്നു. അപ്പം ഇന്നുണ്ട് എൻ്റെ അടുത്ത് രാവിലെ വിളിച്ചിട്ട് പറയുന്നത് അടുത്ത 1 പ്രസിക്കുട്ടിക്കുള്ളതാണ് കേട്ടോ. പ്രസിക്കുട്ടി എടുത്തോ എന്നുള്ളത്. ഞാനും ഈ സാരി കണ്ടപ്പോൾ പോലെ ആഗ്രഹിക്കുന്നതാണ്. എനിക്ക് ഈ സാരി വേണം, ഇഷ്ടമാണ് എന്നുള്ളത്. ഒന്ന് കമ്പനിക്ക് അടിക്കണം എന്നല്ലേ? അതാണ്ടോ ഇത് നമ്മുടെ ഫോണിൽ കാണുന്നത് പോലെയല്ല. അപ്പോൾ നമുക്ക് നേരിട്ട് കാണിച്ചു തരല്ലോ അല്ലേട്ടാ. അതെല്ലാരും പറഞ്ഞൊരു പരാതിയാണ്. നമ്മുടെ കാണുന്നത് പോലെയല്ല സാരി. ഇന്നിപ്പോ കൈ കിട്ടുമ്പോ വേറൊരു രൂപമാണ്. എന്ത് ഭംഗിയാ ചേച്ചി സാരി എന്ന് പറഞ്ഞിട്ടതാ. ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ബ്ലൗസ്. ഇത് ധൈര്യമായിട്ട് നൂർത്താ. അതാ ഇങ്ങനെയാണ് വരിക. ഡ്രസ്സിലേമോ അമ്മ? ഇതാ കേട്ടോ, ഇങ്ങനെയാണ് ഈ സാരി വരിക. കണ്ടോ? അവിടെ നിന്ന് ഇങ്ങനെ 1 പ്ലീറ്റ് എടുക്കുക വെച്ചാൽ നമ്മൾ ഒരു ഏകദേശ രൂപം കാണിച്ചു തരികയാണ് കേട്ടോ. അതാ ഇങ്ങനെ വരും സാരി. നമ്മളിവിടെ കുത്തിയിട്ടില്ല, ഇതിൽ വെച്ചിട്ടല്ലേ ഈ ബേക്ക്. ഇത് കണ്ടപ്പോൾ മുതൽ എന്താ അമ്മ തടി കുറഞ്ഞു. തടി ഉറക്കൊന്നുമില്ല ഇപ്പോൾ. ഇതാണ് കേട്ടോ ഇതിൻ്റെ രൂപം. അപ്പോൾ ഇത് ഒതുങ്ങി കിടക്കണ ഒരു ടൈപ്പാണ് കേട്ടോ. ഇത് ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു ചുരിദാർ ഞാൻ കണ്ടിരുന്നു, ടോപ്പ്. അത് കണ്ടപ്പോഴാണ് ഞാൻ അയ്യോ ഈ സാരിയും കൊണ്ട് ഇങ്ങനെ ടോപ്പ് അടിച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഇതും കൊണ്ട് ടോപ്പ് അടിച്ചിട്ട് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് വരുന്നത്. ഇതൊരു ഓഫ് വൈറ്റ് ആണ് വരുന്നത്. അത് കൂടെ തന്നെ ഇതേപോലെ ഇങ്ങനെ കണ്ടില്ലേ, പൂക്കളല്ല ഇങ്ങനെ ഇത് നമുക്ക് ഏത് ആൾക്കാർക്കും, ഇപ്പൊ തടിയുള്ള ആൾക്കാർക്കൊക്കെയെന്ന് വെച്ചാൽ ഉടുത്തു കഴിഞ്ഞാൽ ഒതുങ്ങി കിടക്കണ ഒരു ടൈപ്പാണ്. അല്ല ഇപ്പൊ ഞാൻ വെറുതെ ഇല്ലമ്മ, അല്ല രസല്ലേ അത്. അപ്പൊ പിന്നെ നമ്മുടെ കയ്യിലില്ലേ, ഇന്ന് ഇതൊന്ന് അയച്ചു വെച്ചിട്ട് പോരാട്ടാ. പിന്നെ നമ്മുടെ ഈ സെറ്റുമുണ്ടില്ലേ, ഇത് ടിഷ്യൂവിന്റെ സെറ്റുമുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഒരുപാട് പേര് എവിടേക്കമ്മ അഭിപ്രായങ്ങൾ നമ്മുടെ ഫോണിൽ കാണുന്നേക്കാട്ടിലും ചേച്ചി ഭംഗിയാണ് നേരിട്ട് കാണാൻ. അവിടെ അങ്ങോട്ടാക്കണം നേരിട്ട് കാണാനെന്ന് പറഞ്ഞിട്ട്
നമ്മളോട് പറഞ്ഞ എന്നും കൂടി നമുക്ക് മെസ്സേജ് ഇട്ടു കേട്ടോ. അതതിലുണ്ട്. ഈ ആദ്യമായിട്ട് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുകയാണ്. വാങ്ങിയ സമയത്ത് ചേച്ചി ഇത് കണ്ടപ്പോൾ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ അല്ലേ അടിപൊളിയായിട്ടുണ്ട്. അമ്മയ്ക്കും നല്ല ഇഷ്ടമായി തോന്നുന്നു. അതേപോലെ തന്നെ നമുക്ക് വരുന്ന ഒരു ഇതിൻ്റെ മറൂണ് കൊണ്ടേ ഇപ്പോൾ വാടാമല്ലി പോയി, മറൂണ് പോയി, നീല പോയിട്ടോ. ഈ പച്ചി ഇതേപോലെ കരിനീലി മാത്രമേ കേട്ടോ ഇനി നമുക്ക് സ്റ്റോക്കായിട്ടുള്ളൂ. ഇതാണ്ടോ, ഇത് ടിഷ്യൂൻ്റെയാണ്. എന്താ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. ഞാൻ ഇത് നമ്മുടെ ആയതും കൊണ്ട് തെറ്റുമുണ്ടാണ്, നമ്മുടെ ആയതും കൊണ്ട് പറയല്ല, നല്ല ഒരു ഇതാണ്. നമ്മുടെ ഫോണിൽ ഒരു പരിമിതികളുണ്ട്. നമുക്ക് എന്തും നിങ്ങൾക്ക് കാണിച്ചു തരാനൊരു പരിമിതികളുള്ളതും കൊണ്ട് നമ്മുടെ ഫോണിൽ കാണുമ്പോൾ നിങ്ങൾക്കത് അത്രത്തോളം എത്ര വ്യക്തമാവണില്ല. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായത് എന്താണെന്നറിയോ, നമ്മുടെ വാങ്ങിയ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അതാണ് നമ്മുടെ ഇപ്പൊ തരാം. ഇതാ കണ്ടോ, നല്ല പോലെ ഇഷ്ടപ്പെട്ടു. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ നല്ലതാ നേരിട്ട് കാണാൻ. മെറ്റീരിയലും കൊള്ളാം. അയ്യോ നമ്പർ കാണരുത് കേട്ടോ. അവരുടെ വോയിസ് കേൾപ്പിച്ചു തരാട്ടാ. വോയിസ് കേട്ടാ മതി കേട്ടോ, അവരുടെ നമ്പർ വേണ്ട. നമ്പർ കാണില്ലേ? നമ്പർ എങ്ങനെ കാണുന്നത്? അമ്മയുടെ ഫോണിൽ നിന്ന് ഞാനാണ് മെസ്സേജ് അയക്കുന്നത്. അമ്മയാണ് വീഡിയോസ് ഒത്തിരി കാണാറുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ഓൺലൈനിൽ ഡ്രസ്സ് വാങ്ങാൻ ഭയങ്കര പേടിയുള്ള കൂട്ടത്തില. എങ്ങനെ വന്നാൽ ശരിയാവോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അപ്പൊ ഇത് പക്ഷെ കണ്ടപ്പോ അവൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പൊ അമ്മ എനിക്ക് കാണിച്ചു തരും, ഇങ്ങനെയാണ് ബിസിനസ് ഒക്കെ ഉണ്ട്, ഇവരുടെ വീഡിയോ സാധനങ്ങൾ അങ്ങനെയൊക്കെ കാണിച്ചു തരും. അപ്പൊ ഇതിങ്ങനൊക്കെ പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് ഇഷ്ടമായി, അമ്മയ്ക്ക് ഇഷ്ടം. എന്നാ പിന്നെ ഓർഡർ ആക്കിയാലോ എന്നുള്ളൊരു. അപ്പൊ ഇത് കിട്ടുന്ന കാര്യം പേടിയായിരുന്നു, എങ്ങനെയാവും കിട്ടുമോ എന്താന്നൊക്കെ ഉള്ളത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഡേറ്റ് വെച്ചിട്ട് ഞങ്ങൾ നോക്കി. അപ്പൊ ഇന്ന് വരേണ്ടതാണ്. അപ്പൊ ഇന്നത്തെ പോസിറ്റീവ് വരേണ്ട സമയം കഴിഞ്ഞപ്പോ അപ്പൊ ഇന്ന് കിട്ടിയില്ല. അപ്പൊ എന്ത് പറ്റിയാവോന്ന് വിചാരിച്ചു. പിന്നെ അപ്പൊ തന്നെ വരികയും ചെയ്തു. നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് റിപ്ലൈ വരുമ്പോഴേക്കും മെസ്സേജ് വന്നു. അപ്പൊ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് വാങ്ങിയതാണ് ഡ്രസ്സ് ഓൺലൈനിൽ. അപ്പൊ നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ ഫോട്ടോയില് കാണുന്നേക്കാൾ രസമുണ്ട്. ചിലതൊക്കെ അങ്ങനെയാണല്ലോ, ഫോട്ടോയില് ഭയങ്കര രസം ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല, അതിനേക്കാൾ കുറവായിരിക്കും. പക്ഷെ ഇത് നന്നായിട്ടുണ്ട്. അമ്മയ്ക്കും ഭയങ്കര സന്തോഷം. അമ്മയോട് അന്വേഷിച്ചു പറയൂട്ടെ. എന്റെ വോയിസ് വേണ്ട, മറ്റേത് നോക്കി നോക്ക്. അതിനേക്കാട്ടിലും എന്താ വെച്ചാ നമ്മള് കിട്ടുന്നില്ല വരികയാണെന്ന് പറഞ്ഞിട്ട് പേടിക്കുന്നത്. പക്ഷെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ പറഞ്ഞ സമയത്ത് സാധനം കിട്ടിയാണ്. സാരി ഒത്തിരി ഇഷ്ടപ്പെട്ടു, വളരെ നന്നായി. നല്ല കോട്ടൺ മെറ്റീരിയൽ ഞങ്ങൾക്ക്. കാരണം നാട്ടിലെക്കാട്ടിലും ഇവിടെ ചൂടാ മോളെ. അതുകൊണ്ട് ഈ ചൂടത്തൊക്കെ ഉടുക്കാനുള്ള നല്ല പറ്റിയ കോട്ടൺ സാരികൾ. നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടമായി. എനിക്ക് നിങ്ങൾ ഇനി ഇപ്പൊ ലേറ്റസ്റ്റ് കളക്ഷൻ ഉണ്ടെങ്കിൽ അയക്കണം. എന്റെ ഇളയ മോടെ കൂട്ടുകാരി ചോദിക്കുന്നു. ഞാൻ അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ കൊടുക്കാം. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് എന്തൊക്കെ കളക്ഷൻ ഉണ്ട് ഓണസാരി, അതൊന്ന് മോൾ എനിക്ക് ഇടാവോ? ഇട്ടെങ്കിൽ ഞാൻ ആ കൊച്ചിനെ അയച്ചിട്ട് ഞാൻ അവളെ സെലക്ട് ചെയ്തിട്ട് ഞാൻ പറയാം. പ്രസി സാരി വന്നോ? ഇപ്പഴാ വന്നത്. നന്നായിട്ടുണ്ട് കേട്ടോ സാരി. ഹായ് ചേച്ചി, സെറ്റ് കൊണ്ട് കിട്ടിട്ടോ. എന്റെ അമ്മയ്ക്ക് വേണ്ടിട്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. അമ്മയും ഞാനൊക്കെ വ്ളോഗൊക്കെ കാണാറുണ്ട്. അമ്മ ഭയങ്കര ഹാപ്പിയാണ് സാരി സെറ്റ് കൊണ്ട് കിട്ടിയല്ലേ. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ഓണം ചേച്ചി. ഇത് എന്താ വോയിസ് ഇട്ടത് ഇത്ര പേര്, പക്ഷെ അല്ലാതെ കിട്ടിയൊരു ഒക്കെ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. വോയിസ് മെസ്സേജ് ആവുമ്പോൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാമല്ലോ. മറ്റേതാവുമ്പോൾ എന്താ നമുക്ക് പറഞ്ഞ് ഇത് ചീനേക്കാട്ടിലും നല്ലതല്ലേ ഏട്ടാ. മെയിൻ ആയിട്ടൊരു കാര്യം എന്താ അറിയോ, നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അതല്ല സത്യത്തിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന സാധനങ്ങളുടെ ക്വാളിറ്റിയും ഭംഗിയും ഓരോരുത്തരും എടുത്തെടുത്ത് പറയുന്നത് അതാണ്. കാരണം നമ്മൾ ക്യാമറ വെച്ചിട്ടല്ല ചെയ്യുന്നത്, നമ്മൾ സാധാ ഫോൺ വെച്ചിട്ടുള്ളിൽ നിന്നിട്ട് നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതല്ല സത്യത്തിൽ, അതല്ല അതിന്റെ ക്വാളിറ്റിയെ അതിന്റെ ഭംഗിയൊന്നും അതല്ല. നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ ഏത് ഡ്രസ്സ് നമ്മൾ എടുക്കുക വെച്ചാലും എന്താണെന്നറിയോ, നിങ്ങൾ 10 രൂപ തരുമ്പോൾ ആ 10 രൂപയ്ക്ക് മൂല്യം നമ്മൾ നിങ്ങൾക്ക് തരണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഒരു കാര്യങ്ങൾ ഇപ്പൊ ഇതൊക്കെ നമുക്ക് പോവാൻ കിടക്കുന്ന സാരികളാണ്. ഈ സാരി ഇനി ആകെ ഇത്ര സാരികളേ ഉള്ളൂ. ഇതാക്കണ്ടോ, ഈ സാരി ശരിക്കും പറഞ്ഞു വെച്ചാൽ നല്ല ഭംഗിയുള്ള സാരി ഇത്. കാരണം സിമ്പിൾ സാരിയാണ്, നല്ല ഭംഗിയുള്ള സാരിയാണ്. പക്ഷെ ഇത് നല്ല തുണിയാണ് കേട്ടോ. പക്ഷെ ഇത് ആർക്കും അങ്ങോട്ട് അറിയുന്നില്ല. കണ്ടോ ഇതിലിങ്ങനെ ലൈൻ ആയിട്ട് കണ്ടോ. ഇത് കാണാൻ ഒരു നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ്. ഈ മുന്താണിയുടെ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ഒരു റെഡ് കണ്ടോ ഇത് വരുന്നുള്ളൂ.
ബാക്കി ഫുള്ളും ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്. പക്ഷെ ഇതാർക്കും കാണുമ്പോൾ നമുക്ക് വീഡിയോയിൽ കാണിക്കുമ്പോൾ ഒരു പരിധി ഉണ്ടല്ലോ നമുക്ക് കാണിക്കണതിന്. നമ്മുടെ ഈ ഫോൺ ആയതുകൊണ്ട് ഇവിടെ വന്ന് തുണിയെടുത്തവർ കൂടുതലും എത്ര ആളെങ്ങനെ എടുത്തിട്ട് പോയത്? ഏത് ഇവിടെ വന്നിട്ട് തുണി എടുത്തതിൽ ഇവിടെ വന്നിട്ട് തുണി എടുത്തതിൽ എത്ര ആളതെങ്ങനെ എടുത്തിട്ട് പോയിന്ന്? കുറേ പേര് എടുത്തിട്ട് പോയി. അപ്പോൾ അതാ എന്താ ഇതില് എനിക്ക് പേഴ്സണലായിട്ട് തുണി നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും. നേരിട്ട് ഇത് നമ്മുടെ ഈ ഫോണിന്റെ ഒരു നമുക്ക് ശരിയാക്കണം ഒക്കെ. എന്താ വെച്ചാല് പെട്ടെന്ന് നമ്മള് ഇതൊന്നും നടക്കില്ലല്ലോ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു നടക്കില്ല. പിന്നെ അതേപോലെ തന്നെ കേട്ടോ ഈ സാരി എനിക്ക് എൻ്റെ പേഴ്സണൽ എൻ്റെ എല്ലാവരും പിന്നെ ചിലർ പറയും പ്രസിക്ക് നല്ല പ്രസിയുടെ ഇഷ്ടത്തിനുള്ള സാരി എടുത്തിട്ട് ഞങ്ങളുടെ സെലക്ഷനല്ല പ്രസിയുടെ അപ്പം ഞാൻ പറയാറുണ്ട് കേട്ടോ എനിക്ക് എല്ലാ സാരിയും പൊതുവെ ഇഷ്ടമാണ്. കാരണം എന്താ ഈ സാരി കണ്ടോ, ഇതൊരു നല്ലൊരു ഭംഗിയുള്ളൊരു സാരിയാണ്. ഇത് നമ്മളവിടെ ഇങ്ങനെ ഡിസ്പ്ലേ കണ്ടിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ വരുന്ന പൂക്കൾ കണ്ടോ. സുനിയ നോർത്തി പിടിക്കുമെന്നെ താഴേക്ക് വീഴ്ത്തണ്ട. ഡിസ്പ്ലേയിൽ കണ്ടോ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇത് പ്യുർ കോട്ടൺ തുണിയാണ് കേട്ടോ. കാരണം നമ്മളെന്താണെന്ന് അറിയാൻ ചിന്തിച്ച് നമ്മുടെ കാലാവസ്ഥ ചൂടല്ലേ, ഇതിൻ്റെ ബ്ലൗസ് വിത്ത് ബ്ലൗസ് വരുന്നതാണിത്. ബാക്കി എല്ലാ കളറും പോയി. ഈ കളറ് എന്താ ഇത് പോവാതെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണാവോ എന്താണ് കൂട്ടുകാർക്ക് ഇത് പറ്റിയാണാവോ. അപ്പോൾ കാരണം അറിയണില്ല, ഈ കളറ് നമ്മുടെ എന്താ ഫോണിൽ അത്ര വലിയ ഇതായിട്ട് തോന്നുന്നില്ല. ഞങ്ങൾ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ തോന്നണില്ല. അതുകൊണ്ടാണ് കേട്ടോ പ്രശ്നം. പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഇത് ഏട്ടൻ മടക്കണം കേട്ടോ, ഏട്ടൻ മടക്കിയാലേ ശരിയാവുള്ളൂ. ഇതാ ഇതിൻ്റെ ബ്ലൗസ് കണ്ടോ വരുന്നത്, വിത്ത് ബ്ലൗസ് ആയിട്ടാട്ടോ വരുന്നത്. എന്താ കണ്ടില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഓണമൊക്കെ അടുത്തായില്ലേ. അപ്പോൾ എന്നോട് എന്താ കുറേ കൂട്ടുകാർ ചോദിച്ചു ചേച്ചി ഇനി ഓണം കഴിഞ്ഞാൽ ചേച്ചി എന്താ ചെയ്യില്ലേ, ചേച്ചി നിർത്തുകയാണോ, ഓണത്തിനും വിഷുവിനും മാത്രം അല്ല കേട്ടോ. ഇനി നമ്മളൊരു ബ്രാൻഡ് തുടങ്ങിയതാണ്. അപ്പൊ അത് ഏതറ്റം വരെ പോവും, അത്തറ്റം വരെ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന അതുവരെ നമ്മൾ അതുകൊണ്ട് പോവും. പിന്നെ നമ്മൾ ഇത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ ജ്വല്ലറിയുടെ നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജ്വല്ലറിയുടെ നമുക്ക് പറ്റണത് നമ്മളെ കൊണ്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഓരോ കൂട്ടുകാർ പറയുന്ന പോലെ ഞങ്ങൾക്ക് വീഡിയോയിൽ കണ്ടതിനേക്കാളും അല്ലെങ്കിൽ ഫോണിൽ കണ്ടതിനേക്കാളും നന്നായി എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറയാച്ച ഒന്നും കൂടി ചെയ്യാൻ താല്പര്യം കൂടിയിട്ടോ. അല്ല നമ്മള് ഒരുപാട് സാധനങ്ങൾ എടുത്താണ് പാകത്ര ബാക്കിയുള്ളൂ. ഇപ്പൊ സാധനങ്ങൾ പോയി. ഇതിലൊരു രമ്യ പറഞ്ഞൊരു കൂട്ടുകാരി പറഞ്ഞു എന്താ നിങ്ങളുടെ സപ്പോർട്ട് കണ്ടോ, നിങ്ങളുടെ ആരാ വാങ്ങുകയെന്ന് ചോദിച്ചിരുന്നു. സത്യം പറയാച്ചല്ലേ നമ്മള് ഇപ്പൊ രമ്യക്ക് പറയാനുള്ളത് ശരിക്കും ഇതിന്റെ എണ്ണം കേട്ടുകഴിഞ്ഞാൽ നമ്മളെ എത്ര സാധനം എടുത്തു എന്നുള്ളതിന്റെ കണക്കൊന്നും ഇതുവരെ പറയുന്നില്ല. നമ്മൾ ഈ ചെറിയ ചെറിയ കണക്കുകൾ മാത്രമേ പറയുള്ളൂ. ഞങ്ങൾ ഒരു മാസമായിട്ടില്ല സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു മാസമായിട്ടില്ല തുടങ്ങിയിട്ട്. ഞങ്ങൾ എന്താ ഒന്നരാടം ദിവസം ഞങ്ങൾ കൊറിയർ അയക്കുന്നുണ്ട്. ഞങ്ങൾ എന്താണ് പറഞ്ഞു വെച്ചാൽ അത് കാണിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് രമ്യ വിചാരിക്കണില്ലേ എന്താ കുറ്റം പറയുക അല്ലെങ്കിൽ സുകന്യക്ക് അവസരം കൊടുക്കണില്ല എന്നുള്ളത്. നമ്മളെ സ്നേഹിക്കണ ഒരുപാട് പേരുണ്ട്. നമുക്ക് ഏറ്റവും വലിയ ശക്തിയും ബലവും ഇല്ലേ അവരെന്നെ, ദൈവത്തിൻ്റെ അനുഗ്രഹവും അതാണ് നമ്മളെ മുന്നോട്ട് നടക്കുന്നത്. ഇപ്പം ഞങ്ങളില്ലേ ഒരു 8 പ്രാവശ്യം ഞങ്ങൾ തുണി എടുത്തിട്ടുണ്ട് ഈ ഒരു 20-25 ദിവസത്തിൻ്റെ ഉള്ളിൽ. ഒരു കാര്യം കാണിച്ചു തരാം. തുറന്നു നോക്കി വെക്ക്. ഇത് 10ാമത്തെ 15ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ പറയുന്ന ആൾക്കാർ പറഞ്ഞതിനെ കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ രമ്യ പറഞ്ഞപ്പോൾ പറയാണ് നമ്മളെ നിങ്ങളുടെ കമന്റ് കണ്ടാലറിയാം നിങ്ങൾക്കുള്ള സപ്പോർട്ട് എന്ന്. ഈ കമന്റ് കണ്ടിട്ടോ ഒന്നുമല്ല, നമ്മളെ സ്നേഹിക്കണ ഒരുപാട് പേരുണ്ട്. നമ്മുടെ സപ്പോർട്ട് എത്രയെന്നുള്ളത് രമ്യക്ക് ഓരോരുത്തരും 8ഉം 10ഉം സാരികൾ കൊണ്ട് വാങ്ങിയവർ ഇപ്പോഴും ഉണ്ട്. അല്ല നമ്മള് വാങ്ങിയ ചേച്ചിമാരനെ ഇപ്പൊ നമ്മളുടെ വാങ്ങുന്നില്ലേ പ്രേമവല്ലി ടീച്ചർ, നമ്മുടെ ഫസ്റ്റ് ഓർഡർ എടുത്തത് പ്രേമവല്ലി ടീച്ചർ എന്ന് പറയാൻ ചേച്ചി. ആ ചേച്ചി ഇപ്പതാ 3ാമത്തെ ഓർഡറാണ് അമ്മ ഇന്ന് രാവിലെ കണ്ടിട്ട് എടുത്തത്. അപ്പോൾ കുറ്റങ്ങൾ പറയുമ്പോഴല്ലേ നമ്മള് ഒരാളെ കുറ്റങ്ങൾ ആര് സപ്പോർട്ട് ചെയ്യും, നമ്മളെ 100 കണക്കിനല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. പിന്നെ കൂടെ ഞാൻ പറഞ്ഞില്ലേ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൂടി വേണം കേട്ടോ. നമ്മൾ കഷ്ടപ്പെടണം, ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. പിന്നെ അത് മാത്രമല്ല എന്തെന്നറിയോ നിങ്ങളുടെ സപ്പോർട്ടും വേണം. കുറ്റങ്ങൾ പറയാൻ രമ്യ എളുപ്പമാണ്. അതിന് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ അടുത്ത് വെച്ചിട്ട് ഞാൻ ദിവസം രാവിലെ 4:20 നീക്കണതാ. 4:20 എണീക്കും. കിടക്കണത് 2 മണി കഴിഞ്ഞിട്ടാണ്. എത്ര ദിവസങ്ങളായി എന്നറിയോ? അങ്ങനെ ഞാൻ ഈ അതിനെ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിലാണ്
സപ്പോർട്ടൊക്കെ ഉണ്ടാവും. അല്ലാതെ എന്താ അല്ല സപ്പോർട്ട്? ഏട്ടന് ഉറങ്ങും. എല്ലാരും സപ്പോർട്ടും ഒക്കെ കിട്ടുക എന്ന് പറയുമ്പോ അതിനനുസരിച്ച് നമ്മള് കഷ്ടപ്പെടും കൂടി പിന്നെ ചെയ്യുമ്പോഴേ എനിക്കത് മാത്രല്ല കേട്ടോ, എനിക്കൊരു ലക്ഷ്യമുണ്ട്, എന്റേതായ ഒരു ലക്ഷ്യമുണ്ട്. എന്താ പറയുക, നമ്മൾ കഷ്ടപ്പെടാതെ നമുക്ക് ഒന്നും നേടില്ല, കഷ്ടപ്പെടാണ്ട് ഒന്നും ഒന്നും. ഒന്നും ആവാൻ ഇപ്പൊ പറ്റില്ല. ഇന്ന് ഈ ഒരു വീട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു എന്തെങ്കിലും ഒരു കഷ്ടപ്പാടില്ലാതെ നമ്മളൊന്നും മുന്നേറിയിട്ടില്ല. കഷ്ടപ്പെടുന്നേ ആർക്കും, നമ്മളിത് ഒരാളുടെ കുത്തകയെന്നല്ലല്ലോ അല്ലേട്ടാ. ശ്രമിച്ചാൽ നമുക്ക് എല്ലാവർക്കും നടക്കും. ഒരാളെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഒരാളെ അയ്യോ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. അപ്പോൾ ഇത് നമ്മളില്ലേ ലാസ്റ്റ് സമയമായപ്പോഴേക്കും ഓർഡർ വന്നിട്ട് ഇത് കിട്ടാണ്ട് ഇവിടെ അടിയാണ്. സാധനം നമ്മൾ തല്ലോടി വാങ്ങിക്കുന്നപ്പോ ഇപ്പൊ ഇത് കിട്ടാതെ ഇവിടെ അടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതെന്താ തരാത് നമ്മുടെ ശംഖുപുഷ്പത്തിന്റെ സെറ്റും ഉണ്ട് കേട്ടോ. ഇത് എത്ര ദൂരം സാധനം തരാണ്ട ലാസ്റ്റ് നമ്മള് കച്ചവടമാർക്ക് കൂടി കച്ചവടം വാങ്ങിയതാണ്. കാരണം നമ്മളിന്നെ എല്ലാരും വേണം പറഞ്ഞ് ഓർഡർ തന്നുകൊണ്ടേ ഇരിക്കുക. അവിടെ നിന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഇതായി 10 പീസ് ഇങ്ങനെ നമ്മളിപ്പോ എത്ര ശംഖുപുഷ്പം സെറ്റ് വാങ്ങിയെന്നറിയോ? ഓരോ 10 വെച്ചിട്ട് എത്ര പ്രാവശ്യം എത്ര എണ്ണം വാങ്ങിയെന്നറിയോ? അപ്പൊ ഇതൊക്കെ ഇല്ലേ ഇനിയിപ്പോ നാളെ രാവിലെ ആകുമ്പോഴേക്ക് കൊറിയർ അയച്ചാൽ തീർന്നു, ഈ സാധനം തീർന്നു. ഇത് ഓർഡറിന് കിട്ടിയതിന് മാത്രം അയച്ചാനല്ലോ അല്ലേ? പിന്നെന്താ. അപ്പൊ ഇതാട്ടോ നമ്മുടെ, അതാണ് അവസ്ഥ. അപ്പൊ സപ്പോർട്ട് ഇല്ല എന്നുള്ളത് കുട്ടി ഇനി പറയണ്ട. പിന്നെന്താ ഇതിനെയാണ് സപ്പോർട്ട്. ഞാൻ ഈ ഒരു ശംഖുപുഷ്പം എനിക്ക് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ നോക്കിയിട്ട് ആകെ അവർ 5 പീസേ ഉള്ളൂ ചേച്ചി, കഴിഞ്ഞു പറഞ്ഞു. ഇതിന് 5 ഉണ്ടല്ലോ അല്ലേ? സാധാരണ 10 ഇപ്രാവശ്യം 5 ഉണ്ടോ? ഇപ്പൊ സാധനം കിട്ടില്ല എന്താ വെച്ചാ എല്ലാവർക്കും ഇത് വേണമെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് തന്നെ അവര് നമുക്ക് തരുന്നുണ്ട്. നമ്മൾ 2 സെറ്റും ഉണ്ടാ പറഞ്ഞത്, 5 കിട്ടിയില്ലേ? 5. അപ്പൊ ഞാൻ പിന്നെയും പറയണ എന്താണെന്നറിയോ, നമ്മള് ഒരാളും ചെറുതല്ല ഒരാളും വലുതും അല്ല. കാരണം അങ്ങനെ കാണാൻ പാടും. ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കാത്തത് ഒന്നുമില്ല. പിന്നെ ഇപ്പൊ ഇതിലൊരു വലിയൊരു ഇതും കൂടി പറയുന്നുണ്ട്, സുകന്യനെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല എന്നുള്ളത്. സുകന്യ പറയാത്തതിന് ഞാനെന്താ പറ്റുമോ? സുകന്യനെ ഞാനിപ്പോ അവിടെ പിടിച്ചിരുത്തിയതാ. സുകന്യ ഇപ്പൊ തേടിയിട്ട് പോയതാ. ഈ ഇരിക്കണ ഇരുത്തം കണ്ടില്ലേ? ഇത് സുകന്യയുടെ എന്താ പറയാ നമ്മളിത് നന്നാവാൻ വേണ്ടി ചെയ്യുമ്പോ അവളൊന്നും പറയാതിരിക്കുമ്പോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ സുകന്യ ചെയ്തോ സുകന്യ പറഞ്ഞില്ലേ ഒന്നും വിഷയമില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നടത്തുന്നില്ലേ? പിന്നെന്താ സുകന്യ മിണ്ടിയില്ല എന്നുള്ളത് അവിടെ വിഷയമല്ല. ഈ സെറ്റും കൊണ്ട് കണ്ടോ, ഈ സെറ്റും കൊണ്ടും അതേപോലെ നല്ല ഭംഗിയുള്ളൊരു സെറ്റും കൊണ്ടാണ് കേട്ടോ. നല്ല ഭംഗി. എന്താ സുകന്യ നീ മിണ്ടാത്ത? പ്രത്യേകിച്ചും സുകന്യ എന്താ മിണ്ടാത്ത? ഇങ്ങനെ മിണ്ടാട്ടെന്നാ ശരിയാവില്ല കേട്ടോ. ഡോക്ടറെ കൊണ്ട് കാണിക്കും ഞാന്. അപ്പൊ ഇതാണ് നമ്മുടെ ഗുളിക വാങ്ങി തരുന്നിട്ട്. ഇതിപ്പോ നമ്മള് വന്നിട്ടുണ്ട്. ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ, നമുക്ക് തീർന്നു പോയി. ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവിടെ ഉള്ളതൊക്കെ ഓർഡർ ആയതാ. അതൊക്കെ അപ്പുറത്തുള്ളതൊക്കെ ഓർഡർ ആയതാ. ഇനിയിപ്പോ തീരാള്ളൂ. ഇപ്പൊ നമ്മള് നെയ്റ്റി കാണിച്ചിട്ടില്ല. നെയ്റ്റി കാണിക്കാതെ തന്നെ നെയ്റ്റികൾ പോയി. ഇനി ഞാൻ അനിയേട്ടൻ പറഞ്ഞു, സുകന്യക്ക് കൊടുത്തോ നിനക്ക് കൊടുത്തോ അമ്മയ്ക്ക് 2 എടുത്തോ, കഴിഞ്ഞു. ബാക്കി നെയ്റ്റികൾ നീ പുറമെ കൊടുക്കാനില്ല. എന്താ അതാണ് എന്ന് പറഞ്ഞിരുന്നു. അടുത്ത് നെയ്റ്റി എടുത്തിട്ട് നീ അടിക്കാൻ കൊണ്ടേ കൊടുക്കുന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ വൈകുന്നേരം ആവട്ടെ, നീ ഓണാകുമ്പോഴേക്കും അടിച്ചു കിട്ടും വേണ്ടല്ലേ അമ്മ? അമ്മയ്ക്ക് കടും കളറുള്ള വേണ്ട, ലൈറ്റാ വേണ്ട. ഇതിൽ നല്ല പുള്ളികളും. അപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പൊ നമ്മളോടില്ലേ ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ 1 പീസ് പോകുന്നുണ്ടോ 2 പീസ് പോകുന്നുണ്ടോ? ദൈവത്തിന്റെ ഒരുത്തം കൊണ്ടില്ലേ നമുക്ക് പോടുണ്ട്. വേണ്ട അതൊന്നും കാണിക്കണ്ട. ചിലപ്പോ അന്തം വിടും. ഒരു ദിവസം നമ്മള് കൊറിയർ ചെയ്യുന്നതിന് എണ്ണം കേട്ട് അന്തം വിടും. അത്ര മതി. നമ്മൾ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിട്ടല്ല അതൊന്നും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ഇതെന്താ പറഞ്ഞതെന്നറിയോ, അവര് പറഞ്ഞു സപ്പോർട്ടിന്റെ കാര്യം കമന്റ് കൂടെ അറിയുന്നുണ്ടെന്ന്. ഈ കമന്റ് കൂടെ അമ്മമാരുടെ സാരി കാണിച്ചപ്പോ പറഞ്ഞ കമന്റുകളാണ് കേട്ടോ അത്. കൂടുതൽ അമ്മമാരെന്നെ അങ്ങനത്തെ സാരി 3 വെച്ചിട്ടൊക്കെ ഒരേ ഡിസൈനിലുള്ള 3 സാരികൾ എവിടെയാണ്? അതിന് ഇനി 2 അപ്പൊ ഇതിലെ പ്രിന്റഡ് സാരി കാണിച്ചിട്ടില്ല. പ്രിന്റഡ് സാരി കാണിക്കാണ്ട് തന്നെ നമ്മള് ഫോട്ടോ ഇനി അതന്നെ ഉള്ളൂ. അപ്പൊ ഇനി നമ്മൾ സ്റ്റോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ചുരിദാറാണ് കേട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ചുരിദാർ ഇനി ആവശ്യങ്ങൾ ഉള്ളവർക്ക് ഇപ്പൊ ശംഖുപുഷ്പം വേണമെന്ന് പറഞ്ഞു ചോദിച്ചാൽ നമുക്ക് കിട്ടുക നമ്മൾ വാങ്ങിക്കൊണ്ടു തരും. സാധനമൊക്കെ കിട്ടും. സാധനം കിട്ടുക ഇങ്ങനെ കിട്ടും. 10 5 വെച്ചിട്ട് ഇനിയിപ്പോ ഈ ആഴ്ച സാധനം കിട്ടില്ല എന്നാ പറഞ്ഞത്. ഈ ആഴ്ച കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇനി നമ്മുടെ ഓണം കഴിഞ്ഞിട്ട് ഇനി കിട്ടുന്നുണ്ടാവും. ശംഖുപുഷ്പത്തിന്റെ ഫാൻസി സാരി അതേപോലെ തന്നെ നമ്മള് ഞാൻ
ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ രസം എന്താണെന്നറിയോ, ഈ അനിയേട്ടനും സതിയേട്ടനും അവിടെ നിൽക്കും, സ്റ്റെക്കായിട്ട് അവിടെ നിൽക്കും. നമ്മളിത് തിരഞ്ഞ് കണ്ടുപിടിച്ച് ഓരോന്നും നോക്കി കണ്ടുപിടിക്കുമ്പോൾ എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കും. ഇവർക്കാണെങ്കിലും കടും കളറുകൾ കാണുമ്പോൾ അല്ലേ സുകന്യെ അവിടെ നിന്നോളും, കടും കളറുകൾ കണ്ട. അതിപ്പോൾ കടും കളർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാരി എടുക്കലില്ല, നമുക്ക് സാരിയുടെ രീതി അറിയില്ല. നമ്മൾ കണ്ണിന് ഇഷ്ടപ്പെട്ടത് എടുക്കുകയാണ്, അപ്പോൾ അതിൽ കളറ് വരും. അതല്ലാണ്ട് അറിയില്ല. നമ്മൾ സാരി എടുത്തിട്ടും ഒന്നും ശീലമില്ല ഉണ്ടോ. നീ എന്നെ സാരി എടുക്കില്ല എപ്പോഴാ, ഏതെങ്കിലും ഒരു കാലത്തല്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് സാരിയായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ പിന്നെ നമ്മളെന്താ അഭിപ്രായം പറയേ? അതന്നെയാണ് വ്യത്യാസം. നമുക്ക് എങ്ങനെ എടുത്താലും എടുത്തതൊന്നും ബാലൻസ് ആയില്ലോ. അതന്നെ. അപ്പോൾ ഇതിൽ ഞാൻ എന്താണെന്നറിയോ, രമ്യനെ ഇതാക്കി പറയല്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കുടുംബക്കാരെക്കാട്ടിലും ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ല, നമ്മുടെ കുടുംബങ്ങൾ തന്നെയല്ലേട്ടാ നമ്മുടെ കുടുംബം. അതാണ് നിങ്ങൾ തന്നെയാണ് കേട്ടോ. നമ്മുടെ എന്ത് ചെറിയൊരു വിശേഷങ്ങളാണോ വെച്ചാലും വലിയൊരു വിശേഷങ്ങളാണോ വെച്ചാലും ഫസ്റ്റ് നിങ്ങളുടെ മുമ്പിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഞാൻ അതിന് നമ്മളെ തുണിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരും പരിഗണനപ്പെടുത്തുന്നത് മാത്രമല്ല, നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെ തുണി എടുക്കുന്നോ ആ മനസ്സോടെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ അമ്മയ്ക്ക്, നമ്മുടെ അനിയത്തിക്ക്, ചേച്ചിക്ക് എന്നുള്ള രീതിക്ക് അവർക്ക് ചേരുന്ന രീതിക്കുള്ള തുണികൾ കാണുമ്പോഴാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. നമ്മളല്ലാണ്ട് നമ്മൾ അവിടെ പോയിട്ട് കണ്ടത് മുഴുവൻ വലിച്ചെടുത്ത് കൊണ്ടുവരല്ല ചെയ്യണത്. ഞാനിപ്പോൾ എടുത്ത സാരി എടുത്തത് എന്താ വെച്ചാൽ എൻ്റെ മനസ്സിലപ്പം എന്താ വന്നതെന്നറിയോ, എൻ്റെ അമ്മ പണിക്ക് പോണതാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന സാരി മോഡൽ, എൻ്റെ അമ്മക്കൊരു എന്താ ക്രീം കളറുകളൊക്കെയാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം. അല്ല അമ്മ അങ്ങനത്തെ സാരികളെല്ലാം എടുക്കുക. അപ്പോൾ ഞാൻ അതാണ് വിചാരിച്ചത്, ഇവിടെ അമ്മയെന്ന് പറഞ്ഞാൽ ഈ സാരി കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ആണ്ടിന് എന്തിനെങ്കിലൊക്കെ എടുക്കുള്ളൂ കേട്ടോ അമ്മ. ഇനിയിപ്പോൾ ഓണത്തിന് ഞങ്ങളെല്ലാവരും സാരി എടുത്ത് കൊടുത്തു വിചാരിച്ചോ, ആ ഓണ സമയത്തൊന്നും എടുക്കില്ല. അത് പിന്നെ അങ്ങനെ എടുത്തു വെച്ച് പിറ്റത്തെ ഓണം കഴിഞ്ഞ് അതിൻ്റെ പിറ്റത്തെ കൊല്ലം ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ വാങ്ങി അങ്ങനെ വെക്കുക എന്നല്ല, നെറ്റി മാത്രമേ ഇടുള്ളൂ. അപ്പം എൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ അതന്നെ കേട്ടോ. ഞാൻ പിന്നെ റീചാർജ് ആവണില്ല, ചാർജ് ആവണില്ല, എങ്ങനെ ചാർജ് ചെയ്തിട്ട് ഞാന് സുകന്യനെ പറയായിക്കേണ്ട. സുകന്യ എങ്ങനെ സുകന്യനോട് പറയിപ്പിക്കും? ഞാൻ ഇക്കണ്ടതൊക്കെ പറഞ്ഞിട്ട് സുകന്യ കമാന്ന് രക്ഷമില്ല. അപ്പൊ അതിൽ പിന്നെ ചോദിച്ചിരുന്നു, ഇത് സുകന്യയുടെയാണോ പ്രസ്റ്റേജിയാണോ, സുകന്യക്ക് പറയാൻ അയക്കാത്തത് കൊണ്ടാണോ എന്ന്. ഞാന് കാര്യങ്ങൾ ഇങ്ങനെ തലാത്തിരുന്ന് കഴിഞ്ഞാൽ അറിയില്ല സുകന്യയെ. കാര്യങ്ങൾ പറയണമെങ്കിൽ പറയുന്നേ വേണം. ഫോണടിച്ച് ഈ സുകന്യ ഒന്നും പറയാത്ത കൊണ്ടാണ് ഇന്നെ എല്ലാവരും നെഗറ്റീവ് പറയുന്നതേ. എന്താ ചോദിച്ചാലും കൂടി കമാന്ന് രക്ഷ സുകന്യ മിണ്ടില്ല. എന്താ പറയാ, അവൾക്ക് എന്തോ ഇഷ്ടമില്ലാത്ത പോലെയാണെന്നല്ലേ തോന്നുക. പക്ഷെ അവളുടെ സ്വഭാവം അങ്ങനെയാണ്. നമുക്കല്ലേ അറിയൂ. ഇതിപ്പോ കൊണ്ടേ കാണിക്കാൻ പറ്റൂ, ഇതിങ്ങനെയാണ് എന്നുള്ളത് പറയാൻ പറ്റുമോ? അപ്പൊ അതങ്ങനെയാണ്. നമ്മളപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലക്ഷ്യം കരയ്ക്ക് എത്ര വരെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ പിന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ അമ്മ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് അടുക്കളയത്തെയും കൂടി ആവുമ്പോൾ എനിക്ക് തീരെ എത്തില്ല. അപ്പോൾ രാവിലെ മുതൽ പോയതാണ് ഒരാൾ, ഇത്ര നേരം തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ ഭാഗത്തേക്ക്, ഇതെടുത്തു വന്നിട്ട്. അപ്പോൾ ഇതിൽ കുറേ വരുന്ന മെസ്സേജുകൾ ഇതിപ്പോൾ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നോക്കല്, അതിൽ എഴുതി വെക്കല്, അതേപോലെ ഓരോ രണ്ടാളെ കൊണ്ട് എത്തില്ല. നമുക്ക് ഈ വീഡിയോൻ്റെ കാര്യങ്ങൾ എടുക്കണം, ഇതിൻ്റെ കാര്യങ്ങൾ നോക്കണം, വരുന്ന കോളായാലും മെസ്സേജ് ആയാലും അത് അറ്റൻഡ് ചെയ്യണം, അവർക്ക് റിപ്ലൈ കൊടുക്കണം, മക്കളുടെ കാര്യങ്ങൾ നോക്കണം, വീടിന്റെ കാര്യങ്ങൾ, ഇതെല്ലാം കൂടി അപ്പോൾ എത്തണില്ല. സത്യം. ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തെത്തും. അപ്പൊ ആള് വേണം. പിന്നെ ഇപ്പോ സുകന്യ എന്താ ചെയ്യാത്ത ചോദിച്ചു കഴിഞ്ഞപ്പോ അതിനൊന്നും മറുപടി ഇല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മളൊരു കരക്കെത്തിക്കാൻ ആഞ്ഞു തുഴയുണ്ട്, എന്തായാലും അതിന്റെ ഫലം കാണുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഈ പ്രാവശ്യം നമുക്ക് 2 മധുരാണ് കേട്ടോ ഓണത്തിന്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, നമ്മുടെ പുതിയ വീട്ടിലുള്ള ആദ്യത്തെ ഓണം, അതേപോലെ നമ്മുടെ ഓണക്കോടി, വീട് നിറയെ ഓണക്കോടി, ഇതൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്താണ്. വീട്ടില് ഓണക്കോടി, നമ്മുടെ ഓണക്കോടി നിങ്ങളുടെ മുമ്പിൽ, എന്താ കുഞ്ചൂസ് ഫാമിലിയുടെ കുഞ്ചൂസ് ഫാഷൻ നിങ്ങളുടെ മുമ്പിൽ വരിക, നിങ്ങൾ അത് ഇട്ടിട്ട് ഓണക്കോടി. അയ്യോ ഭയങ്കര സന്തോഷം. പിന്നെ ഇത് വന്നേ മുതലാണ് കേട്ടോ, അത് അമ്മമാര് കുറേ പേരിലേട്ടാ. അല്ല എന്താ അറിയോ, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ അറിയോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലോ, ആരും ശ്രമിക്കാണ്ടാണ്. നമുക്ക് ഇതിന് സംഭവം നല്ല റിസ്ക് ഉണ്ട്, നല്ല ടെൻഷൻ ഉണ്ട്, നല്ല അധ്വാനം ഉണ്ട്, കഷ്ടപ്പാടൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്. പക്ഷെ എന്താ വെച്ചെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇത് റിസ്ക് എടുക്കാൻ
പണ്ടാരോ പറഞ്ഞ് മേലേക്ക് നോക്കിയാൽ ആകാശം കാണാൻ പറ്റും എന്ന് പറഞ്ഞ് നമ്മൾ മേലേക്ക് നോക്കാൻ ശ്രമിച്ചാൽ തന്നെ ആക്കണല്ലോ. അതല്ലെങ്കിൽ തലതാത്തി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. ഓരോന്നിനുള്ള കളക്ഷൻ എവിടെയെന്ന് അന്വേഷിക്കുക, നല്ല മെറ്റീരിയൽ എവിടെ കിട്ടുകയെന്ന് അന്വേഷിക്കുക. ഇതിൻ്റെ പിന്നാലെ ഓട് പറഞ്ഞാൽ നല്ല ടെൻഷനും നല്ല കഷ്ടപ്പാടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓരോ ദിവസം പോയാൽ ചിലപ്പോൾ ഒന്നും നമ്മൾ വിചാരിച്ച ഒരു കാര്യം നടക്കാണ്ട് 2500 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ട് നമ്മൾ ഓരോടത്തേക്ക് പോയിട്ടൊന്നും കിട്ടാൻ നമ്മൾ തിരിച്ചു വരണ്ടായില്ല. രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വന്നത്. ഭക്ഷണ ചെലവ് ഒക്കെപ്പാടെ 10,000-4000 രൂപ എന്ന ചെലവാണ്. ഒരു കാര്യം നടക്കാണ്ട് തിരിച്ചു വന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊക്കെ എന്താ വെച്ചെങ്കിൽ നമ്മളൊരു കാര്യത്തേക്ക് ഇറങ്ങിയിട്ട് അത് ഇന്നിവിടെ ശരിയില്ലെങ്കിൽ നമ്മൾ നാളെ വേറൊടത്തേക്ക് ഇതുപോലെ ചിലവാക്കിയിട്ട് പോകേണ്ടി വരും. അതങ്ങനെയാണ് ബിസിനസ് പറയുമ്പോൾ. അങ്ങനെയല്ലോ, നമുക്ക് എന്തിനാ സെയിൽ ചെയ്യാനുള്ള സാധനങ്ങൾ കിട്ടുക എന്നല്ല, നല്ല സാധനങ്ങൾ കിട്ടുക എന്നുള്ളതല്ലേ. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഓടണം, ഓടിയേ പറ്റൂ. ഇനിയിപ്പോൾ നമ്മൾ ഒരു മനസ്സിലൊരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ എങ്ങനെയെങ്കിലും നമുക്ക് മോളിക്കൊരു റൂം സെറ്റ് ചെയ്യണം. എങ്ങനെയെങ്കിലും പെട്ടെന്ന് അല്ലെങ്കിൽ മെല്ലെയാണോ വെച്ചാൽ ഒരു റൂം സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു ആ റൂമിൽ നമുക്ക് ഇതെല്ലാം അടുക്കി വെക്കാനുള്ള റാക്കും കാര്യങ്ങളും ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു സെറ്റപ്പ് ആക്കണമെന്ന് എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം കേട്ടോ. അത് എന്ത് കാര്യം നിങ്ങളോട് പറയണല്ലോ. അപ്പം അങ്ങനെ ചെയ്ത് ഭാവിയിൽ നമുക്ക് അങ്ങനെ ചെയ്ത് ഇനിയിപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ ഇരിക്കണേക്കാട്ടിലും എത്രയും നല്ലതാണ്. എന്താ പ്രശ്നം, ഇത് പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിരിക്കായി ആരെങ്കിലും അപ്പോൾ തറവാട്ടിൽ കൊണ്ട് ചെയ്തൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ അവിടെയാണ് പറഞ്ഞു വെച്ചാല് അവിടെ വൃത്തിക്കുറവ് മാത്രമല്ല, സൗകര്യമില്ല. പിന്നെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു തീരെ വൃത്തിയില്ലായ്മ ഫീൽ ചെയ്യില്ലേ. അപ്പൊ അടുത്തത് അതായിരിക്കും പറയുക. പിന്നെ ഞങ്ങൾ കിടക്കുന്ന റൂമില്ലേ പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചകള്, കാരണം തട്ടുകളൊന്നും ഇല്ലല്ലോ, ഫുൾ പൂച്ച. എവിടെ സുകന്യ? അല്ല, മാന്തിപ്പൊളിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് തന്നെ. സുകന്യ ഈ എന്തൊന്ന് കറപ്പിച്ചിരിക്കുന്നത്? വയ്യാണ്ട അവൾക്ക് തലവേദനയൊക്കെ എടുത്തിട്ടോ. വിചാരിക്കും നിങ്ങൾ എന്താണ് അങ്ങനെയെന്ന്. അവൾക്ക് വയ്യാത്ത കൊണ്ടാണ് ഞാൻ അതുകൊണ്ട് ചോദിച്ചത്. അപ്പം നമുക്ക് മോളിക്ക് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ തന്നെ നമ്മുടെ മനസ്സിലൊരാഗ്രഹമാണ്. ഞാൻ പറഞ്ഞില്ലേ, ജ്വല്ലറി ഐറ്റംസുകൾ. ഇപ്പൊ നമ്മുടെ ജ്വല്ലറി ഐറ്റംസുകളൊക്കെ തന്നെ അതും പറയാം. പൂച്ച വന്നു. ജ്വല്ലറി ഐറ്റംസിനെ പറ്റി നമ്മളൊന്നും പറഞ്ഞില്ല. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ഏകദേശ സാധനങ്ങളും പോയി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. ചിലതൊക്കെ നല്ല, ഞാൻ വിചാരിച്ചു ഏട്ടൻ പറഞ്ഞിട്ടോ വലിയ മാലകളൊക്കെ എടുത്തപ്പോൾ ഇത് പൂല്ല പ്രസി, ഇത് പൂലാണ്. പക്ഷെ ഞാൻ പറഞ്ഞു അതിനടുക്ക താലിമാലയുടെ കൂടെ ഉപയോഗിക്കാൻ പറ്റും പറഞ്ഞിട്ട് ഓണത്തിന് തന്നെ നമ്മള് ഷോർട്ട് വീഡിയോ ഇടാതെ തന്നെ ലോങ് വീഡിയോ ഇട്ടിട്ട് തന്നെ ഒരുപാട് കളക്ഷൻ പോയിട്ടോ. അത് എത്ര നന്ദി പറഞ്ഞാലും തീരില്ലേട്ടാ. എത്ര നന്ദി. എൻ്റെ അടുത്ത് താലിമാലയുടെ സംഭവങ്ങൾ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അല്ല, നമ്മള് നല്ലത് എന്ന് തോന്നുന്നത് മാത്രമല്ലേ എടുക്കുന്നുള്ളൂ. അപ്പൊ അത് ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല. കാരണം എന്തെങ്കിലും ഒരു ചെയിൻ എന്നുള്ള രീതിക്കല്ല, നമ്മളത് ഏറ്റവും തിരഞ്ഞെടുക്കലാണ്. ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ എന്തിനു പോയാലും നമ്മൾ കമ്പനി പോയാലും നമ്മളത് ഇരുന്ന് തിരഞ്ഞിട്ടെടുക്കലാണ്. അപ്പം അതിന് ഏറ്റവും നല്ലത് തോന്നുന്നതാണ് എടുക്കുന്നത്. അതാണ് പെട്ടെന്ന് പോകാൻ തന്നെ കാരണം. അതാ നമ്മളവിടെ പോയിട്ട് ഏതെങ്കിലും വലിച്ചുവാരി 10 എണ്ണം കിട്ടിയാവും ഇത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഓടി വരില്ലല്ലോ. അതിന് സമയം കണ്ടെത്തി അവിടെ ഇരുന്ന് നമ്മുടെ സൗകര്യത്തിന് ഇരുന്ന് തിരഞ്ഞെടുക്കുക തന്നെ. ഞങ്ങൾ രാവിലെ ഇവിടുന്ന് 8 മണിക്ക് പോയി കഴിഞ്ഞു വെച്ചാൽ വരുന്നത് രാത്രി 11:30 ആവും കേട്ടോ. 11:30 ചിലപ്പോൾ 12 മണിയാവില്ലമ്മ. അങ്ങനെയാണ് നമ്മൾ വരിക. പിന്നെ ഈ ഫാൻസി ഐറ്റംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാട്ടോ. നമ്മുടെ ഇങ്ങനെ പറയാ, കൂട്ടുകാർക്ക് എന്ത് അഭിപ്രായം പറയാം. ഞാൻ എന്താ വിചാരിക്കുന്നത്, കുഞ്ഞു മക്കൾ മുതൽ വലിയവർക്ക് വരെ ഉള്ളത്. ഇപ്പൊ തലയിൽ കുഞ്ഞു മക്കളൊക്കെ തലയിലൊക്കെ ഇങ്ങനെ അടിപൊളി പൂക്കളൊക്കെ വയ്ക്കും അല്ലേ, പൂക്കളുള്ള ക്ലിപ്പുകൾ, അതിനനുസരിച്ചുള്ള ഹെയർ ബാൻഡ്, അതേപോലെ കമ്മല്, മാല, കുഞ്ഞു വളകള്. അപ്പൊ അതൊക്കെ ആകുമ്പോൾ നമുക്കൊരു കൗതുകല്ലേ, ഒരു സെറ്റായിട്ട് അങ്ങനെ ഒരു ചെയ്യണ്ടേ. നമ്മൾ മാക്സിമം കൂടുതൽ സാധനങ്ങൾ എടുക്കുക. ഒന്നൊരു സാരി എന്ന് പറഞ്ഞ ഒരു ഐറ്റത്തിൽ മാത്രം കൂടുതൽ ഐറ്റങ്ങളിലേക്ക് നോക്കുക. അതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സാരി മാത്രമല്ല, ഇനി കുട്ടികൾക്ക് ടോപ്പുകൾ, അതേപോലെ തന്നെ നമ്മുടെ അമ്മൂസും അച്ചൂസും ഇടുന്ന അങ്ങനത്തെ രീതിയിലുള്ളത്. അപ്പൊ കോളേജ് കുട്ടികൾക്ക് ഇടാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെയുള്ള രീതികൾ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ സത്യം ഇങ്ങനെ നോക്കുന്നുണ്ടെന്ന് അറിയാം, ഇത് എവിടെയെന്നൊന്നും നമുക്കറിയില്ല എന്നുള്ളതാണ് ഇപ്പൊ വലിയ പ്രശ്നം. വെക്കാനുള്ള ഒരു സൗകര്യം ഇല്ല. അപ്പൊ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് മോളിക്കൊരു സൗകര്യം ചെയ്യുന്നേ വേണം. ഞാൻ ഏട്ടനോട് പറയുന്നുണ്ട്, മോളിക്ക് നമുക്ക് എങ്ങനെയെങ്കിലും വേഗം നോക്കാൻ തുടങ്ങുക, എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഏട്ടൻ പറയണ്ട എന്ത് ചെയ്യാൻ പറ്റും. ഇനി ഒന്നും വാർത്തിട്ടില്ലെങ്കിലും ചുമര് കെട്ടി ഷീറ്റ് ഇട്ടാലും കുഴപ്പമില്ലല്ലോ അല്ലമ്മ. ഷീറ്റ് ഇട്ട് 4 സൈഡും ഇങ്ങനെ റാക്ക് അടിച്ചിട്ടാണ്. ഇപ്പോഴത്തെ നിലപാടിൽ ഇപ്പോൾ നില ഭയങ്കര കഷ്ടത്തിലാണ്. ഇപ്പോൾ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പൊ ഞാനിതൊക്കെ പാക്ക് ചെയ്യാൻ മരുന്നൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് നാളെ വരാം.
വർത്താനം പറയാനോ വർത്താനം പറയിപ്പിക്കലും മരുന്ന് വാങ്ങണം ഇനി, എന്നാലേ ശരിയാവും. എനിക്ക് വർത്താനം പറയാനുള്ള മരുന്ന് വാങ്ങി തരണം ഇതിനകത്ത്, അപ്പോഴേ എന്നാലേ ശരിയാവും. നമ്മള് നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ്. നമ്മുടെ പൊന്നൂസ് ഉറങ്ങിട്ടോ, പാവന്റെ കുട്ടി. അപ്പൊ നാളെ കാണാം.